അമ്മയുടെ മരണശേഷം ഒരു മകൻ എഴുതിയ പോസ്റ്റ് അതിപ്പോൾ വലിയ ചർച്ചയാവുന്നുണ്ട്. അതായത് ഹൂറന്മാരുടെ ലോകത്തേക്ക് എൻ്റെ അമ്മ പോയി എന്നാണ് പറയുന്നത്. അതിൽ എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത ഒരു വാക്കെന്ന് അല്ലെങ്കിൽ ഒരു വേർഡ് എന്ന് പറയുന്നത്, ഒരു അമ്മ മകനെ പുറത്താക്കിയത് അല്ലെങ്കിൽ മകനെ കാണണ്ട എന്ന് വച്ചത്, ഞാൻ മരിച്ചാൽ പോലും ആ മകൻ വരരുത് എന്ന് ആഗ്രഹിച്ചത് ആ മകന്റെ സ്വഭാവ ദൂഷ്യം കൊണ്ടല്ല, മതത്തിന്റെ പേരിലാണ്. മതത്തിലെ അനീതികൾ ആ മകൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ ആ മതത്തിന്റെ കെട്ടുറപ്പുകളിൽ നിന്നുകൊണ്ട് ആ അമ്മ മകനെ പുറത്താക്കുന്നു. ആരിഫ് ഹുസൈൻ്റെ പോസ്റ്റ് ഇപ്പോൾ വലിയ ചർച്ചയാവുന്നുണ്ട്. മരണശേഷവും മതത്തിനെതിരെ പറയുന്ന മകൻ ആ അമ്മയെ അവസാനമായി കാണാൻ വന്നാൽ അത് വല്ലാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ളത് കൊണ്ട് അവസാന ഒരു നോക്ക് കാണാൻ പോലും പോയില്ല എന്നാണ് ആരിഫ് ഹുസൈൻ പറയുന്നത്. ഇത് ആരിഫ് ഹുസൈൻ്റെ മാത്രമല്ല, ഈ എക്സ് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന ഒരു വല്ലാത്ത പ്രതിസന്ധി കൂടിയാണിത്. അതായത് ആ സമുദായത്തെക്കുറിച്ച് എന്തെങ്കിലും, അതിൻ്റെ അനീതികളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അവരൊക്കെ പിശാചുക്കളായി മാറുന്ന ഒരു, ഈ കുടുംബത്തിൽ പോലും കയറ്റാൻ കൊള്ളാത്ത, ഈ പണ്ട് ഈ പിന്നെ ഈ ഹിന്ദു സമുദായങ്ങൾ പടിയടച്ച് പിണ്ടം വയ്ക്കുക എന്നൊക്കെ പറയുന്ന ഒരു ഏർപ്പാടുണ്ട്. ഇപ്പം അതില്ല, അത് നിർത്തലാക്കിയെന്ന് തോന്നുന്നു. അതുപോലെയാണ് ഇപ്പോൾ ഈ മുസ്ലിങ്ങളിൽ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവൻ എന്നാണ് പറയുന്നത്. ആരിഫ് ഹുസൈന് സംഭവിച്ചതും അതല്ലേ? അതിനകത്ത് കാന്തപുരം അബൂബക്കർ, ആദ്യമേ ഇതിനകത്ത് ഈ മുസ്ലിം അല്ലെങ്കിൽ അതിനകത്ത് പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം ചൂണ്ടിക്കാണിക്കാനാണ്. ഇപ്പോൾ കാന്തപുരം അബൂബക്കർ അദ്ദേഹത്തിൻ്റെ എനിക്കൊന്ന് 10-20 കൊല്ലം വളരെ പുറകോട്ടുള്ള ഒരു കൃതിക്കകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ നബി എന്ന അദ്ദേഹം പ്രവാചകനായിരുന്നു. അദ്ദേഹം വളരെ ശാന്തനായിരുന്നു, എന്തും ക്ഷമിക്കുന്ന ആളായിരുന്നു. അങ്ങനെ അദ്ദേഹം ഉദാഹരണം പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഇന്ന് നടന്നു പോകുന്ന സമയത്ത് നടന്നു പോകുന്ന വഴിയിൽ അദ്ദേഹം നടന്നു പോകുന്നതിൻ്റെ 1ാമത്തെ നിലയിൽ നിന്ന് ഒരു സ്ത്രീ വളരെ കൃത്യമായിട്ട് ഇദ്ദേഹം നടന്നു പോകുമ്പോൾ ചപ്പുചവറുകൾ നമ്മൾ തൂത്തുകൂട്ടി എടുക്കത്തില്ല, എന്നിട്ട് ഇത് ഇദ്ദേഹത്തിൻ്റെ തലയിൽ തന്നെ നിക്ഷേപിക്കുമായിരുന്നു. ആ തലയിൽ നിക്ഷേപിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ചേന്ന് പോലും പറയാതെ, നമ്മൾ പറയുന്നത് എന്നെങ്കിലും പറയത്തില്ല, കാക്ക കൂറുമ്പോൾ അങ്ങനെ പോലും പറയാതെ പോയിരുന്ന ശാന്തനായിട്ടുള്ള നബി അദ്ദേഹത്തിലെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ നബിയെപ്പറ്റി നമ്മളൊന്ന് പറഞ്ഞാൽ, നമ്മളൊന്ന് വരച്ചാൽ, നമ്മളൊന്ന് വിമർശിച്ചാൽ അവൻ്റെ കയ്യും കാലും വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു ഇസ്ലാമിസ്റ്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു മുസ്ലിം ഈ രീതി, അത്തരത്തിലുള്ള ഒരു ആചാരമല്ലേ അതിനകത്തുനിന്ന് കാണുന്നത്. അതിനകത്ത് ഉദാഹരണമാണല്ലോ നേരത്തെ ഇവിടെ ജോസഫ് മാഷ് അറിയാതെ മുഹമ്മദ് എന്ന് പറഞ്ഞതിന്, മുഹമ്മദ് അദ്ദേഹം ഉദ്ദേശിച്ചത് മുഹമ്മദ് എഴുത്തുകാരൻ്റെ കാര്യമാണെന്നാണ് പുള്ളി പിന്നെ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈയും കാലും അതിൻ്റെ തിട്ടൂരനുസരിച്ച് വലത്തെ കൈയോ ഇടത്തെ കൈ അങ്ങനെ കണ്ട് വെട്ടണമെന്നാണ്, ഇടത്തെ കൈ വെട്ടണം, വലത്തെ കാല് വെട്ടണം, ഈ രീതിയിലേക്ക് ചെയ്തിരുന്ന ഒരു രീതി. അപ്പം ഇന്നലെ ആരിഫ് ഹുസൈൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഹൂറന്മാരില്ലാത്ത നാട്ടിലേക്ക്, അങ്ങനെയല്ലേ, ഹൂറന്മാരില്ലാത്ത നാട്ടിലേക്ക് എൻ്റെ ഉമ്മ പോയി, ആദരാഞ്ജലികൾ. അപ്പം അദ്ദേഹത്തിന് കുറിപ്പിനകത്ത് വളരെ വൈകാരികമാണ്. അപ്പം സാറിനും എനിക്കും അമ്മയുണ്ട്, എൻ്റെ വീട്ടിൽ എനിക്ക് അമ്മയുണ്ടല്ലോ, അപ്പോൾ എനിക്കത് ഇഷ്ടം വെച്ചാൽ എൻ്റെ വീട്ടിൽ ഞങ്ങൾ 3 പേരിൽ മറ്റ് 2 പേരോളം തൊലനം ചെയ്യുമ്പോൾ അവരോളം വളർന്നിട്ട് ഉള്ള ഒരാളല്ല ഞാൻ, അല്ലെങ്കിൽ എനിക്ക് അതിന് സാധിച്ചിട്ടുണ്ടാകത്തില്ല. പക്ഷേ ഇതിന് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന ആരാന്നറിയോ? എൻ്റെ അമ്മയാണ്. ഏറ്റവും കൂടുതൽ നീ മനസ്സിലായിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ അവരെക്കാട്ടി കൂടുതൽ അവരുടെ മനസ്സിൽ കരുതലുള്ളത് എൻ്റെ അമ്മയോട്. അപ്പം ഇദ്ദേഹം എക്സ് മുസ്ലിം ആവുന്നു, ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്നു, അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലിനകത്തുനിന്ന് ഈ പറയുന്നത് മുസ്ലിങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ ഇത് അദ്ദേഹം സമൂഹത്തോട് വിളിച്ചു പറയുന്നതിനപ്പുറം ഒരു തെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഗർഭപാത്രത്തിൽ 10 കൊല്ലം ചുമക്കുന്ന അമ്മ, നമ്മൾ മനസ്സിലാക്കുന്ന ഒരമ്മ, നമ്മുടെ അനുഭവത്തിലുള്ള ഒരമ്മ, എൻ്റെ അമ്മയെ അമ്മയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന എന്തു തെറ്റ് വന്നാലും ലോകം എത്ര തള്ളിപ്പറഞ്ഞാലും ആ കുഞ്ഞിനെ തള്ളിപ്പറയാൻ ഒരമ്മ തയ്യാറാവത്തില്ല. ആ മാതൃത്വത്തെയാണ് ഭൂരിപക്ഷവും നമ്മൾ അല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. വളരെ അപൂർവമായിട്ട് എന്തെങ്കിലും മയക്കുമരുന്നിന് അടിമയായിട്ടുള്ളവരോ അല്ലെങ്കിൽ ഏതെങ്കിലും തലയ്ക്ക് വെളിവില്ലാത്തവരോ ഒക്കെ ചില കുഞ്ഞിനെ കൊല്ലുന്നതും മാറ്റിലെറിയുന്നതും അവരെ പരിശോധിക്കുമ്പോൾ അവരൊക്കെ സൈക്കിക്കോ അല്ലെങ്കിൽ രോഗികളോ ഒക്കെ ആയിട്ടുള്ള, അല്ലാതെ ഒരു അമ്മയ്ക്ക് ഈ ലോകത്തമ്മ എന്ന് പറയുന്നത് മനുഷ്യൻ്റെതായാലും മൃഗത്തിൻ്റെതായാലും അതിൻ്റെ കരുതൽ, അതിൻ്റെ ജീവൻ പോയാലും അതിൻ്റെ കുഞ്ഞിനെയാണ്. അത് കണ്ണില്ലാത്തതാണെങ്കിലും കേൾക്കാത്തതാണെങ്കിലും കാലില്ലാത്തതാണെങ്കിലും ഏതർത്ഥത്തിലാണ്. ആ സ്ഥാനത്ത് ഒരമ്മ പറയുന്നു, പലവട്ടം ചെന്നപ്പോൾ പ്രതീക്ഷയോടുകൂടി എന്നും പറയും, ചെല്ലുമ്പോൾ എടാ നീ ജനിച്ച ഗർഭപാത്രം എനിക്ക് വലിച്ചു പറിച്ച് കരയാൻ തോന്നുന്നു, എനിക്ക് അങ്ങനത്തെ ഒരു ഗർഭപാത്രം ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു, നീ എൻ്റെ വയറ്റിലാണല്ലോ ജനിച്ചത്, നിന്നെ ആരെങ്കിലും കൊന്നിരുന്നെങ്കിൽ, എനിക്ക് സാധിക്കുമായിരുന്നെങ്കിൽ നിന്നെ ഞാനത് ആരെക്കൊണ്ടേലും ചെയ്യിച്ചേനെ, നിന്നെ ആരെങ്കിലും
കൊന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചു പോകുന്നു. അതായത് എത്രക്കാരെയാണ് കൊന്നുകൊണ്ടിരിക്കുന്ന PFIക്കാരൻ, എത്രക്കാരെ SDPIക്കാരൻ കൊല്ലുന്നത്. ഈ പറഞ്ഞതുപോലെ മതനിന്ദ അല്ലെങ്കിൽ ഇത്തരത്തിൽ പറയുന്ന നബിയെ ഈ ശാന്തനായ എന്തും ഫേസ് ചെയ്യേണ്ട, ക്ഷമിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന നബിയെ പറയുന്നവനെ കൈയും കാലും വിട്ടു. ആ ഒരു PFIക്കാരൻ്റെ വർത്തമാനം, ഒരു ഇസ്ലാമിസ്റ്റിൻ്റെ വർത്തമാനം ഒരു സ്വന്തം മകനോട് പോലും ആ മകൻ ആ ജാതി വ്യവസ്ഥയ്ക്കകത്തുനിന്ന് ഇവരെ പഠിപ്പിച്ചിരിക്കുന്ന തിട്ടൂരത്തിനകത്തുനിന്ന് ഉള്ള ശരിതെറ്റുകൾ അവൻ്റെ കാഴ്ചപ്പാടിൽ അവൻ പുറത്തു കൊണ്ടുവന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ. അപ്പം ഇദ്ദേഹം പറയുന്ന കുറിപ്പിനകത്ത് വൈകാതെ ഞാൻ എപ്പോഴും അമ്മയെ കാണാൻ പോകും. ആ പോകുമ്പോഴെല്ലാം മുഖം തിരിച്ച് ചത്തുപോട്ടെ എന്ന് പ്രാഗിക്കൊണ്ടിരിക്കുന്ന ഒരമ്മ, ആ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും എന്നെ വിളിക്കുന്നു. എന്തിന്? അവിടുത്തെ ആചാരത്തിൽ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടിയായിരിക്കും. അതുവരെ ഇല്ലാതെ നീ ഒന്ന് വന്നിട്ട് നിൻ്റെ അമ്മയെ കണ്ടിട്ട് പോടാ, നിൻ്റെ അമ്മയ്ക്ക് നിന്നെ കാണണമെന്ന് താല്പര്യമുണ്ടാ എന്ന് പറയാതിരുന്നതും അല്ലെങ്കിൽ എന്നെ കയറ്റാതിരുന്ന ബന്ധുക്കളിപ്പോൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം എനിക്ക് കുറ്റബോധമൊന്നുമില്ല. ഞാൻ സ്നേഹിച്ചിരുന്നു എന്നെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ തീരുമാനിച്ചിരുന്ന അമ്മ മരിച്ചിടത്തോട്ട് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എത്തരത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു തള്ളയും മകനും തന്തയും ഒക്കെ തമ്മിലുള്ള ഒരു ബന്ധത്തിന് ഒരു ജാതിയോ മതമോ മറ്റോ ഒന്നുമില്ല, അത് വൈകാര്യമായിട്ട് അതിനെപ്പോലും നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ജാതി ചിന്തകളും അതിൻ്റെ തിട്ടൂരങ്ങളും ഒരു അമ്മയിൽ പോലും അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു എന്നാണല്ലോ അതിനകത്തുനിന്ന് കാണേണ്ടത്. അല്ല ആ രീതിയിലേക്ക്. അപ്പം അതാണ് ഇദ്ദേഹം നമ്മുടെ ടോക്കറാണ്, വലിയ പ്രശസ്തനാണ്. ഇപ്പോൾ ഈ വിഷയത്തിലുള്ള ചർച്ച വലിയ വലിപ്പത്തിലാണ്. അപ്പം എന്താണ് സാറേ അതിൻ്റെ സാറിൻ്റെ ഒരു അഭിപ്രായം? അല്ലേ, ഈ മനുഷ്യൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാവുക എന്നുള്ളതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാകുക എന്ന് വെച്ചാൽ യുക്തിഭദ്രമായ കാര്യങ്ങളെ കാണുക എന്നാണ് അർത്ഥം. നമ്മൾ എന്ത് ചെയ്യുന്നതിനും നമുക്കൊരു യുക്തി ഉണ്ടാവും. ആ യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ അല്ലാതെ വരുമ്പോഴാണ് നമുക്കൊരു അന്ധവിശ്വാസം എന്ന് പറയുന്നത് ഉണ്ടാകും. അന്ധവിശ്വാസം ആർക്കും അപകടം ചെയ്യാത്തതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അന്ധവിശ്വാസം അവരവർക്ക് അപകടമുണ്ടാക്കുന്നതാണെങ്കിൽ അതിനെ നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ് എന്നാണ് ആധുനിക കാലഘട്ടം മനുഷ്യരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഭരണകൂടങ്ങൾ അങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് നമ്മൾ പറയാറുണ്ട്. നമുക്കറിയാം ആന്തൂർ പോലെയുള്ള പല സ്ഥലങ്ങളിലും ഈ അന്ധവിശ്വാസത്തിൻ്റെ ഫലമായിട്ട് മനുഷ്യക്കുരുതികൾ നടന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേരളത്തിൽ. ആ മനുഷ്യക്കുരുതികളുടെ കാരണം എന്ന് പറയുന്നത് അന്ധവിശ്വാസം മാത്രമാണ്. പണമുണ്ടാക്കാനോ ആത്മാവിന് ബലം കൊടുക്കാനോ മറ്റ് പല കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു? മറ്റുള്ള മനുഷ്യരെ കുരുതി കൊടുത്തവരുടെ രക്തം ഉപയോഗിക്കുന്നു. അതിഭീകരമാണ് ഈ പുതിയ കാലത്ത് അങ്ങനെ മനുഷ്യൻ ചിന്തിക്കുക എന്ന് പറയും. അതിന് സമാനമായ ഒരു സ്വഭാവമാണ് ഈ ആരിഫ് ഹുസൈൻ്റെ ഉമ്മ അദ്ദേഹത്തോട് കാണിച്ചിട്ടുള്ളത് എന്നാണ് അദ്ദേഹം നമ്മളോട് ഫേസ്ബുക്കിലും അതേപോലെ തന്നെ മറ്റ് പല ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് പറയും. ഇസ്ലാം മതത്തിനകത്തുള്ള മോശമായിട്ടുള്ള രീതികളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മുഴുവനും. എല്ലാ മതങ്ങളിലും മോശമായ ആചാരങ്ങൾ ഒരുപാടുണ്ട്. ഹിന്ദുമതത്തിൽ ഒരു കാലത്ത് സതി എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ടായി. ആ ഹിന്ദുക്കളാണ് അതിനെ എതിർത്ത്. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരിക്കാൻ തയ്യാറല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾ കഴുക്കോലൊക്കെ എടുത്ത് അവരെ കുത്തി അടിച്ച് ആ ചിതയിലിട്ട് കൊല്ലും. അതെങ്ങനെയാണ് ശരിയായ രീതിയാവുന്നത്? എങ്ങനെയാണ് മനുഷ്യത്വത്തിന് സ്വീകാര്യമാവുന്നത്? ആ ചോദ്യം ചോദിച്ച വഴിയാണ് ഹിന്ദു സമുദായത്തിനകത്ത് അത് ഒരു പരിഷ്കരണ പ്രക്രിയയായി മാറിത്തീരുന്നത്. അങ്ങനെ ആ തെറ്റ് ഹിന്ദു സമുദായം തിരുത്തി. അതുമാതിരി ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇനി തിരുത്തപ്പെടുകയാണ് ചെയ്തത്. തിരുത്തപ്പെടാനുള്ള കാര്യം എന്താണ്? ചോദ്യം ചെയ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം സമുദായത്തിനകത്തുള്ള പല അനാചാരങ്ങളും ആരിഫ് ഹുസൈൻ ചോദ്യം ചെയ്യുന്നു. അപ്പോൾ മതബോധ ജടിലമായ മനസ്സിനകത്തിരിക്കുന്ന ഉമ്മ മകനെ പ്രാകുന്നു. നീ ചത്തുപോട്ടെ, നിന്നെ എൻ്റെ ഗർഭപാത്രത്തിൽ പേറി എന്നത് ഏറ്റവും വലിയ പാവമായി ഞാൻ കണക്കാക്കുന്നു എന്ന് മകനോടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് മതമാണ്, എന്ത് മതബോധമാണ് ആ ഉമ്മയെ നയിക്കുന്നതും സഹായിക്കുന്നതും? എന്താണ് ഉമ്മയും മകനും തമ്മിലുള്ള ബന്ധം? എങ്ങനെയായിരിക്കണം അത്? രണ്ട് മനുഷ്യർ തമ്മിലുള്ളതായിട്ടുള്ള ബന്ധത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ അതില്ലാതാക്കപ്പെടുന്ന ഒരു പ്രക്രിയയാണ് നമ്മളിവിടെ കാണുന്നത്.
അതിൻ്റെ ഒരു ഫലസൂചി എന്ന നിലയ്ക്കാണ് ഇപ്പോഴത്തെ പോസ്റ്റ് വന്നിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? കാരണം ജീവിച്ച കാലം മുഴുവനും മനുഷ്യനെ വെറുക്കുകയും മകനെ വെറുക്കുകയും മകനെ പുറത്തു നിർത്തുകയും കണ്ടാൽ പ്രാകുകയൊക്കെ ചെയ്യുന്ന ആ അമ്മ മരിച്ചപ്പോൾ അദ്ദേഹം അവിടെ ചെന്നില്ല എന്നുള്ളത് ശരിയാണ്. അങ്ങനെ ചെല്ലേണ്ടതില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ചെന്നാൽ അവിടെയുള്ള ഈ മുസ്ലിം മതവിശ്വാസികൾ ആരിഫ് ഹുസൈൻ എന്ത് ചെയ്യും എന്ന് നമുക്കറിയില്ല. അല്ല, അവരിപ്പം വിളിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഒരു പക്ഷേ നമ്മൾ പറയുന്നതിൽ കൊട്ടേഷൻ ഒക്കെ കൊടുക്കുമെന്ന്. ഈ തള്ളയ്ക്ക് അതിനൊരു സാധ്യത ഉണ്ടെങ്കിൽ ഈ മകനെ കൊട്ടേഷൻ കൊടുക്കുന്ന ഇല്ലേ? ആ മാനസികാവസ്ഥയിൽ പോലും ഇല്ലേ? അത്ര അല്ല, അത് ഒരുതരം എന്താണ്, ഈ ഭ്രമരത്തിലായ ചില മനസ്സുകളുടെ വിക്രിയകളായിട്ട് നമ്മൾ കണക്കാക്കേണ്ട ആവശ്യം. അതിന് ചികിത്സയാണ് ആവശ്യം. നമ്മൾ പരിതപിച്ച് നിലവിളിക്കുകയും ശരിയാ സാർ വിലപിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. അതങ്ങനെ പോകുന്ന അങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുകയും നമ്മുടെ സമൂഹത്തിന് അത് തിരുത്താൻ കഴിയുകയും ചെയ്യണം എന്നുള്ളതാണ്. സമൂഹം തിരുത്തണം. മുസ്ലിം സമുദായത്തിനകത്ത് തന്നെയാണ് മുസ്ലിം സമുദായത്തിനകത്ത് നിൽക്കുന്ന മോശമായിട്ടുള്ള ആചാരങ്ങൾക്കെതിരെ ശബ്ദമുയരരുത്. ഹിന്ദു സമുദായത്തിൽ നിന്ന് അങ്ങനെ ഉയർന്നതാണ് മാറ്റങ്ങളുണ്ടായത്. ക്രൈസ്തവ സമൂഹത്തിനകത്ത് അങ്ങനെ വലിയ മാറ്റങ്ങളുണ്ടാക്കിയല്ലേ. നമ്മൾ പ്രൊട്ടസ്റ്റന്റിസത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു കാലം, അന്നൊക്കെ വലിയ തരത്തിൽ ആ മത സമൂഹത്തിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവന്നത്, റിഫോർമേഷൻ, റെനൈസാൻസ്, ഈ ടേംസൊക്കെ നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നതും അത്തരത്തിലുള്ള മാറ്റങ്ങൾ അവരവരുടെ മതസമൂഹത്തിനകത്ത് കൊണ്ടുവന്നു എന്നുള്ളതുകൊണ്ടാണ്. എല്ലായിടത്തും ഇത് ആവശ്യമാണ്. വളരെ കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കി വച്ചിരിക്കുന്നതായിട്ടുള്ള നിയമങ്ങൾ ഇന്നത്തെ കാലത്ത് യോജിച്ചതല്ല. അതൊക്കെ മാറ്റണം. മാറ്റിയേ പറ്റൂ. മാറണ്ട എന്ന് തീരുമാനിക്കുന്ന കുറേ ആളുകളുണ്ടാകും. അവരെയൊക്കെ തള്ളി മാറ്റി മുന്നോട്ട് പോവുക. കുമാരനാശൻ പറഞ്ഞതാണ് പ്രധാനപ്പെട്ട കാര്യം. മാറ്റുവിൻ ചേട്ടങ്ങളെ, അല്ലെങ്കിൽ അവ നിങ്ങളെ മാറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതൊക്കെ മാറും. ഈ മുസ്ലിം സമുദായമൊക്കെ ഇപ്പോൾ കൊണ്ടു നടക്കുന്ന അനാചാരങ്ങൾ അവർക്ക് അധികകാലം കൊണ്ടു നടക്കാനായിട്ട് കഴിയില്ല. അതിനിടയിൽ ഒരുപാട് ആരിഫ് ഹുസൈന്മാരുണ്ടാവും. ആരിഫ് ഹുസൈനെ മുഴുവനായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതിൽ പലതും ചിലപ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും. പക്ഷേ ഒരു മതസമൂഹത്തിനകത്ത് നിൽക്കുന്ന അനാചാരത്തിനെതിരെ ഒരാൾ സംസാരിച്ചാൽ അയാളെ ഒറ്റപ്പെടുത്തി ഇല്ലാതാക്കുന്ന രീതികൾക്കെതിരെ നിൽക്കേണ്ട സമൂഹത്തിന് ആവശ്യമാണ്. പഴയകാലത്ത് ക്രൈസ്തവ സമൂഹത്തിനകത്ത് അവരുടെ മത തിട്ടൂരങ്ങൾക്കെതിരായി ചെറിയ പ്രവൃത്തികൾ ചെയ്താൽ പോലും അവർ പള്ളിയിൽ അവരെ മരിച്ചാൽ അടക്കം ചെയ്യാൻ അനുവദിക്കുമായിരുന്നില്ല. ക്രിസ്ത്യാനികൾ അവന് കൊടുക്കണ തെമ്മാടിക്കുഴി കൊടുക്കണം എന്ന് പറയും. അതിന് മാറ്റം വന്നു തോന്നുന്നു. അതിന് മാറ്റം വന്നിരിക്കുന്നു. ഇപ്പോൾ നേരത്തെ അവർക്കത് നടത്താൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അത് നടത്താൻ പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറും. സമൂഹം മാറുകയാണ്. നമ്മൾ എത്രയോ ടെക്നോക്രാറ്റിക് ആയി കഴിഞ്ഞിരിക്കും. സാങ്കേതിക വിദ്യകൾ നമുക്ക് ഒരുപാട് പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അത്രമാത്രം ശാസ്ത്രീയമായിട്ടുള്ള മുന്നേറ്റങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്തിനാണ് പഴയ കാലത്തെ ബ്രൂണോ എന്ന് പറയുന്ന മനുഷ്യനെ ജീവനോടെ തീയിട്ട് കൊന്ന പള്ളിയുടെ കാലത്തേക്ക്, മതകാലത്തേക്ക് തിരിച്ചു പോകണം അല്ലേ? ഭൂമി ഉരുണ്ടതാണ് എന്നും ഈ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് സൂര്യനാണ്, ഭൂമിയല്ല എന്ന് പറഞ്ഞ ബ്രൂണോനെ മരത്തിൽ പിടിച്ച് കെട്ടി ജീവനോടെ ചുട്ടുകൊല്ലുകയാണ് ക്രൈസ്തവ സഭ ചെയ്തത്. അതിന്ന് ചെയ്യാൻ ക്രൈസ്തവർക്ക് കഴിയില്ല. സഭ എത്രയോ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ മതങ്ങളും മാറട്ടെ. മനുഷ്യനാണ് മതം, മതത്തിന് വേണ്ടിയല്ല മനുഷ്യൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.